സാധനം എത്തിയിട്ടുണ്ട്. എവിടെ? നിങ്ങൾ ഈ സാധനവുമായിട്ട് വന്ന കാര്യം ആർക്കെങ്കിലും അറിയാമോ? ഏയ്, ഒറ്റയാളും അറിഞ്ഞിട്ടില്ല. വീട്ടിൽ പോലും പോയിട്ടില്ല. ഈ ഇടപാട് തീർന്ന കാശുമായിട്ടേ ഞങ്ങൾ രണ്ടുപേരും വീടുകളിൽ പോകുന്നുള്ളൂ. എന്നിട്ടേ കോവളത്തിൽ നിന്ന് വെട്ടപ്പെടുന്നുള്ളൂ. ഇപ്പോ അങ്കിളിന് മാത്രമേ അറിയാവൂ ഞങ്ങൾ വന്ന വിവരം. എവിടുന്ന് കിട്ടി? ഒന്നും പറയണ്ട. കമ്പത്ത് പോയിട്ടും സംഗതി നടക്കാതെ വന്നപ്പോ കിട്ടുകയില്ലെന്ന് തന്നെ വിചാരിച്ചതാ. ഒടുവിൽ പിന്നെ ഗോവയിൽ പോയി അവിടുന്ന് എടുത്തു. അങ്കിൾ പറഞ്ഞ ചോയ്യേട്ടൻ ചത്തുപോയി. എപ്പോ? ഞങ്ങൾ ചെല്ലുന്നതിന് ഒരാഴ്ച മുമ്പ്. ആണോ? ആ, ഞങ്ങൾ പോയി തിരക്കിയായിരുന്നു. നിങ്ങള് സായിപ്പിനെ കണ്ടോ? ഇല്ല, വന്നപ്പോ ആദ്യം ഇങ്ങോട്ടേക്ക് വരികയായിരുന്നു. പോയി പറയാം. പിന്നെ സാധനം കൈമാറ്റം ചെയ്യുന്നത് സൂക്ഷിച്ചു വേണം. ഒറ്റ ആളും അറിയരുത്. ഇല്ല. കഴിയുന്നതും അവൻ പറയുന്നിടത്ത് വെച്ച് വേണ്ട, നിങ്ങൾ പറയുന്ന സ്ഥലത്ത് വെച്ചേ ആകാവൂ. അത്രയേ ഉള്ളൂ. എന്നാ പൊയ്ക്കോ. Good. 6 bags like this? Yeah, 3 kilos. All bags, same stuff. Same. For 3 kilos, I pay you 4.5 lakh rupee, okay? Okay. So, when you give it? ചരക്ക് എപ്പോ കൊടുക്കും ചോദിക്കുവാ. ഇവിടെ കൊണ്ട് കൊടുക്കണ്ട. ഇല്ല. സന്ധ്യ കഴിഞ്ഞൊരു സമയം പറ. 9 മണി. അപ്പഴേ ആളൊതുങ്ങുള്ളൂ. ആ. എവിടെ വെച്ച്? ആ ലൈറ്റ് ഹൗസിന്റെ താഴെ പാറയുടെ പുറയിലെങ്ങാനും. പോരെ? ആ. We meet 9 o'clock night. Okay. There, lighthouse near rocks. There, you know the other beach. I know the place. Come with cash. Yeah, I'll come. We sit like this with a cigarette. Both you? Both. Okay, okay. കാണുന്നില്ലല്ലേ? വരുവണ്ണ. ഓയ്, നില്ല ഇത് എങ്ങോട്ട്? I sell these here. No sell, night. പോ. Man, I want to sell these. I want money, rupee. Take this, give me rupee. വേണ്ട. You go. Come morning. No business, night. But I want cash. ചേടാ, ഇത് വലയായാലോ. ദേ വെണ്ണുമ്പളെ, ഒന്ന് പോയേ. ആ. This 4.5 lakh Indian rupee. I know. Bring your master. I want to go. പോകാൻ പറഞ്ഞാലേ? Ah! Go. Ouch! You touch me?
No. You touch my body? No there. Can't. You trying to rape me? No. See you. See you. Okay? Give back the money. Don't move. Give money, or I shoot. But when... അതെല്ലാം വേഗം എടുത്തു വേടേ. താങ്ക്സ്. Give that money. It's here with me, locked. Give it to me. I'll keep it. It's safe in my kit. No. I'll keep it. The key is here with us. We take it with us. You are not coming. You're staying here. Give the key. Fabian, We part here, you bitch. Get the key.
നീ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഉണ്ടെന്നാ തോന്നുന്നത്. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറടാ. ഉണ്ട്. 3-4 ദിവസത്തേക്ക് മുമ്പ് ഇതിലെ മുടിയും താടിയും വളർത്തിയ ഒരു സായിപ്പ് മൊത്തം നടന്നു പോകുന്ന കണ്ടു. അവനെ നീ കണ്ടിട്ടുണ്ടോ? ആ, അപ്പം മുമ്പ് ഒരിക്കലും ഇവിടെ വന്ന് കണ്ടിട്ടുണ്ട്. ഏതാണ്ട് ക്യാമറയുടെ സാധനമായിട്ട് ഒരു ഒടിച്ചില്. നീ അവിടെ നിൽക്കേ. ആ, നീ നിന്റെ വീട്ടിൽ പൊയ്ക്കോ. ഞാൻ പറഞ്ഞിട്ട് ഇനി ഈ ഭാഗത്തേക്ക് വന്നാൽ മതി. വല്ലതും പോയോ? ഇല്ല, ഇതാരോടും പറയണ്ട. പൊയ്ക്കോ. കാന്തിയാണോ? ഞാൻ അങ്കിളിനെ അന്വേഷിച്ച് കടയിൽ പോയി നോക്കി, കണ്ടില്ല. അപ്പൊ പിന്നെ ഈ വഴിക്കുണ്ടോന്ന് നോക്കി വരിക. എന്തു പറ്റി? പോയി, എല്ലാം പോയി, കുറച്ചു പോയി. അവൻ ചതിയൻ. സാധനം കിട്ടിക്കഴിഞ്ഞപ്പോ അവൻ തോക്കെടുത്ത് കളഞ്ഞു. എന്നിട്ട് പൊറഞ്ചുവിനെ ചുട്ട് വാഴിയിലേക്ക് എറിഞ്ഞു. നീ വാടാ. Where is he? Where is he? Gone. Where? I don't know. Where is he? I don't know. അവിടെ കയറിയത് ഇവള് തന്നെ. മേലെ നോക്കുമ്പോ അവള് പറയും. അയ്യോ. 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 കള്ളിയാ ഇവള്. ശരിക്കും മേലെ നോക്കിച്ചാലേ വല്ലതും പറയത്തുള്ളൂ. ഇവക്കറിയാമല്ലോ. അങ്കിളുള്ള ശരിക്ക് കൈകാര്യം ചെയ്യും. അപ്പോഴത്തേക്ക് ഞാൻ അവൻ പോയ വഴിയോ തപ്പാം. ഇനി സമയം കളയണ്ട. ട്രിവാൻഡ്രം റൂട്ടിലല്ലേ? ബൈക്കിലാണെങ്കിൽ അങ്ങനെ ഞാൻ പോവുള്ളൂ. സ്റ്റാൻഡിൽ നിന്ന് നമ്മുടെ ഏതെങ്കിലും വണ്ടിയുടെ താക്കോല് വാങ്ങിച്ചോ. ആ.
പറയടേ, നീയല്ലേ ഇവിടെ കയറിയത്? നേര് പറഞ്ഞില്ലെങ്കിൽ നിന്റെ മാംസം ഇതിലിരുന്ന് പൊരിയും. നീയല്ലേ ഇവിടെ കയറി മോട്ടിച്ച്? നീ മലയാളിയല്ലേ? എന്താ നിന്റെ പേര്? ശരിക്കുള്ള പേര്? എവിടെ നിന്റെ വീട്? ബോംബെ. പപ്പ കൊച്ചിൻ, മമ്മി മഹാരാഷ്ട്രൻ, ഞാൻ ബോംബെ. Born and brought up there. നീ എടുത്ത സാധനം എവിടെ? He took it. അവൻ കൊണ്ടുപോയോ? അവൻ എങ്ങോട്ടാ പോയെന്ന് നിനക്കറിയില്ലേ? ഇല്ല. കൊള്ളാം. No. നിങ്ങൾ എന്നെ ചുട്ടാലും എനിക്കത് പറയാൻ പറ്റില്ല. ബിക്കോസ് എനിക്കറിയില്ല. അപ്പോൺ ഗോഡ്, എനിക്കറിയില്ല. നിങ്ങൾ അവനെ എയർപോർട്ടിലും റെയിൽവേ സ്റ്റേഷനിലും ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. അവൻ പോയിക്കൊണ്ടേയിരിക്കും. അവന്റെ ബൈക്കിൽ തന്നെ. പരുക്കുന്ന സാധാരണ അവൻ. അവൻ എങ്ങോട്ട് പോകാനായിരിക്കും കൂടുതൽ ചാൻസ് എന്ന് നിനക്കറിയില്ലേ? അവൻ എങ്ങോട്ടും പോകാം. യു കൻ ഗോ ടു കാൽക്കട്ട, പോർട്ട് ബ്ലെയർ, പാകിസ്ഥാൻ ബോർഡർ, കറാച്ചി, നേപ്പാൾ, ഗോവ, എവിടെ വേണമെങ്കിൽ പോവാം. താങ്ക് യു. അതെങ്ങനെ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുമ്പോൾ ഇറ്റ് വാസ് ഇറിറ്റേറ്റിംഗ്, എസ്പെഷ്യലി ഈ ബൈക്കിലാരാ വന്നത്? തിരക്കിയില്ല. ഗേറ്റ് അടച്ചിട്ട് എത്ര നേരമായി? കുറേ നേരമായി. ഒറിഞ്ചു നീ വന്നില്ലല്ലോ അണ്ണാ. ആ, എവിടെ പോയിരിക്കുവാ? എന്നോട് ചോദിച്ചാല് എനിക്കെങ്ങനെ അറിയാം? അണ്ണൻ അറിയാൻ പറയാത്തതാ. ഛേ, ഇന്നിപ്പോ 9 ആവുന്നു. വീട്ടിലാർക്കും ഒരു സമാധാനവും ഇല്ല. അമ്മച്ചിയെ പറഞ്ഞത് ഇവിടെ വന്ന് ചോദിക്കാൻ. ഇവിടെ വന്ന് ചോദിച്ചാല് ഞാൻ അവനെ എങ്ങോട്ടും പറഞ്ഞയച്ചിട്ടില്ല. അണ്ണൻ പറയാത്തതാ. അറിയാം എവിടെ ഉണ്ടെന്ന്. എന്ത് സലോമി, നിന്റെ അനിയൻ പയ്യനോടടി കാണാനല്ലോ കുറച്ച് ദിവസമായിട്ട്? അറിഞ്ഞൂടാ.
എടി ആ പയ്യന്റെ പെങ്ങള് ഇപ്പൊ അതാ കടയിൽ അന്വേഷിച്ച് വന്നിരിക്കുന്നു. അവൾ അറിഞ്ഞിട്ടില്ല ആങ്ങളെ പോയ കാര്യം. അവനെ മാത്രം നമ്പി നിൽക്കുന്ന ഒരു കുടുംബമാ. പോയവനെയും കാണുന്നില്ല. I was about to ask you. നിങ്ങളുടെ പോയ ഫ്രണ്ട് തിരിച്ചു വന്നോ? ഇല്ല. പോവണ്ടായിരുന്നു. അയാളെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് പേടി തോന്നുന്നു. എങ്ങനെ? അവർ തമ്മിൽ കാണാതിരുന്നാൽ മതി. കണ്ടാൽ ഹീസ് എ കില്ലർ. കൊല്ലാൻ അവന് ഒരു പ്രയാസവുമില്ല. അവൻ തിരിച്ചു വരുന്നതുവരെ നീ റൂമിന് പുറത്ത് പോവില്ല. വന്നില്ലെങ്കിൽ എങ്കിൽ നീ ഈ റൂമിലും കാണില്ല. അറിഞ്ഞോ? എന്ത്? കടപ്പുറത്ത് പൊറിഞ്ചുവിന്റെ പ്രേതം അടിഞ്ഞു കിടക്കുന്നു. ആരും അടുത്തിട്ടില്ല. പോലീസ് വരാൻ വേണ്ടി നോക്കി നിൽക്കുക എല്ലാവരും. പോലീസ് വല്ലതും ചോദിച്ചാൽ എന്തിനു പറയണം? ഒന്നും അറിഞ്ഞൂടാന്ന് പറഞ്ഞാ മതിയോ? ഒന്നും അറിഞ്ഞൂടല്ലോ. അയ്യപ്പൻ സ്വാമി സത്യം അറിഞ്ഞൂടാ. അപ്പൊ അതങ്ങ് പറഞ്ഞാ മതി. എല്ലാരും കൂടി കൊണ്ടുപോയി അവനെ കൊന്നു. എന്റെ മോനെ, എന്റെ കുഞ്ഞേ, എന്റെ കുഞ്ഞു. നേരോ കള്ളമൊന്നും അറിയാമല്ല. ഒരു ന്യൂസ് കേട്ടു. ആറ്റിങ്ങലിനപ്പുറത്ത് ഒരു ലെവർ ക്രോസിൽ അങ്കിളിന്റെ കാറ് കിടക്കുന്നു. കാറിനകത്ത് ഗാന്ധിയുടെ ബോഡി ഇരിക്കുന്നു. ആരോ കുത്തിക്കൊന്നിരിക്കുക. ഏതായാലും നമ്മളൊന്ന് മാറിക്കോ. പോലീസിന് ആദ്യത്തെ അവരുടെ ഇളക്കത്തിനിടയിൽ ആരാ എന്താണെന്നും നോട്ടം കാണിക്കണം. നമ്മൾ എന്തിനാ മാറുന്നേ? അല്ല, അതിന്റെ ആവശ്യമില്ല. അറ്റോമാരല്ല എവിടെടാ? പോയി. നീ മോണേ പൊയ്ക്കോ. അടച്ചേക്കട്ടെ. എന്തിന്? വേണ്ട. നിനക്ക് പേടിയുണ്ടെങ്കിൽ നീ മാറിക്കോ. അങ്ങനെ ഞാൻ മാറുന്നില്ല.